ഹണ്ട് എന്ന സിനിമ എന്തൊരു നൊസ്റ്റാൾജിയാണ് അതെനിക്ക് തന്നതെന്നറിയോ. എൻ്റെ ഒരു കൗമാര കാലഘട്ടത്തിലേക്കൊക്കെ ഞാൻ ഒരുപാട് പുറകിലേക്ക് യാത്ര ചെയ്തു. കാരണം ആ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള എത്രയോ സിനിമകളുടെ മനോഹരമായ ആവിഷ്കാരമായിരുന്നു ഹണ്ട് എന്ന സിനിമ. പറഞ്ഞു വരുന്നത് ഭാവന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച, ഭാവന മാത്രമല്ല നന്ദു, ചന്തു, അതിഥി തുടങ്ങി വേറെയും ഒരുപാട് താരങ്ങൾ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ഷാജി കൈലാസാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിലെ ഒരു കഥാപാത്രത്തിൻ്റെ പ്രകടനം കണ്ടപ്പോൾ പുള്ളി പറയുന്ന സ്യൂഡോ സയൻസുകളെല്ലാം എടുത്തു വെച്ചപ്പോൾ ശരിക്കും ഈ വേഷമൊക്കെ ചെയ്യാൻ കുറച്ച് നാൾ മുമ്പായിരുന്നെങ്കിൽ, അതായത് ഈ സിനിമ ശരിക്കും ഇറങ്ങേണ്ട ഒരു കാലഘട്ടത്തിലായിരുന്നെങ്കിൽ നരേന്ദ്രപ്രസാദ് ആയിരുന്നു ആ കഥാപാത്രത്തിനെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്. ഐ മിസ്ഡ്. അങ്ങനെ കഥ ആരംഭിക്കുന്നു. ആദ്യം തന്നെ ഒരു കൊലയാണ്. കൊലയായിട്ട് ബന്ധപ്പെട്ട് പോലീസുകാർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന അവരുടെ ദുർനടപ്പ് അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ രാഷ്ട്രീയക്കാർക്ക് ജനങ്ങളാണ് മുഖ്യമുഖിലെ എന്ന് ഫ്രണ്ടിൽ പറയുമെങ്കിലും പുറകിലതല്ല എന്ന് പറയുന്നതിൻ്റെ കുറച്ച് പൊയ്മുഖങ്ങളെ തുറന്നു കാണിക്കൽ. അതിനുശേഷം ഫോറൻസിക് പരിപാടികളൊക്കെയാണ്. അപ്പോഴാണ് ഫോറൻസിക് PG ആയിട്ടുള്ള ഭാവനയെ നമ്മൾ കാണുന്നത്. പിന്നെ കഥയുടെ വലിയൊരു കാലഘട്ടം പോകുന്നത് മെഡിക്കൽ കോളേജിലേക്കാണ്. അടുത്തൊരു കൊല വരുന്നു, പ്രേതം വരുന്നു, അന്വേഷണം വരുന്നു, പിന്നെ കൊല. ഈ കൊലയൊക്കെ എവിടെ ചെന്ന് തീരും എന്നുള്ളതാണ് സിനിമ അവസാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. സിനിമയിലെ മ്യൂസിക് എന്നെ സംബന്ധിച്ച് തമിഴിലൊക്കെ പറയില്ലേ, ഒരളവ് കോക്കെ എന്ന് പറയുന്ന പോലെ കുറ്റമൊന്നും പറയാനില്ല. പക്ഷേ ഭയങ്കര സംഭവമായിട്ട് അല്ലെങ്കിൽ ഈ സീനിൽ ഇന്ന സംഭവം അവർ ചെയ്തു വെച്ചേക്കുന്നത് എന്നെ ഞെട്ടിച്ചു എന്ന് പറയുന്ന പോലെ പറയാൻ ഒന്നും തന്നെ ഇല്ല. വിഷ്വൽസും അത്ര മോശം പറയാനൊന്നുമില്ല. പിന്നെ നമ്മുടെ ഷാജി കൈലാസ് മുഖമുദ്രയായ ജും 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 അങ്ങനത്തെ സൗണ്ട് എഫക്റ്റുള്ള കട്ട് പരിപാടികൾ ഒക്കെ പലയിടങ്ങളിലും എനിക്ക് ഫീൽ ചെയ്തു. പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ കഥയായിരുന്നു. ഒന്ന്, വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രസൻറ്റേഷനാണ്, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കഥയുമാണ്. പക്ഷേ കഥ എവിടെയും തീരുന്നില്ല. എന്നാൽ ഏതെങ്കിലും ഒരു കരയ്ക്ക് അടുക്കുന്നുണ്ടോ? അതുമില്ല. നമ്മൾ ചില കൊച്ചു കുട്ടികളോട് കഥ പറയാൻ പറഞ്ഞാൽ അവർ പറയില്ലേ, ഞാൻ അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ അവിടെ ഒരു ആന, ഈ ആനയുണ്ടല്ലോ ആന അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു പറഞ്ഞാൽ ആനയുടെ വഴിക്ക് പോകും, അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരും, പിന്നെയും പോകും, ഇങ്ങനെ മുന്നോട്ട് പോകും. സംഭവം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത് കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. പക്ഷേ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊരു മടുപ്പാണ് ഉണ്ടാക്കിയത്. പിന്നെ പ്രേതം ശോകം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കട്ട ക്ലീശയാണ്. എത്ര വർഷങ്ങളായി നമ്മൾ ഇതേ കാര്യം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇനി അങ്ങോട്ടും ഇതൊക്കെ തന്നെ ആയിരിക്കും ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ഈ പ്രേതം ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇയാൾക്ക് ഇത് നേരത്തെ വല്ലതും ചെയ്തുകൂടായിരുന്നു എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നിപ്പോയും ചെയ്യും. പിന്നെ ഈ സിനിമയിലെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ആർക്കും അങ്ങനെ ചലഞ്ചിങ് ആയ എന്തെങ്കിലും ഒരു റോൾ ഉണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും ഓക്കെ അവരിതിനു മുമ്പ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയൊക്കെ സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അവരത് ആ രീതിയിൽ ഡെലിവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പാരാസൈക്കോളജി എന്ന് പറഞ്ഞു വന്നിട്ട് മെൻ്റലിസം ടെക്നിക്ക് കാണിച്ച് ഇതാണ് പരിപാടി എന്നൊക്കെ പറഞ്ഞു പാരാസൈക്കോളജി അതാണെന്നൊക്കെ പറയുന്നു. പിന്നെ പ്രേതത്തിന് വരാൻ വേണ്ടിയിട്ട് മെഷീൻ, അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ സിനിമയിലുണ്ട്. പിന്നെ ഫോറൻസിക് പിള്ളേർക്ക് വരെ പ്രേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടി, ഒഴിഞ്ഞു കിടക്കുന്ന, എന്തും സംഭവിപ്പിക്കാൻ പറ്റുന്ന മോർച്ചറി മുറി എന്നൊക്കെ പറഞ്ഞത് എനിക്കെന്തോ അങ്ങനെ കണക്റ്റ് ആയില്ല. ചിലപ്പോൾ ഇതൊക്കെ ഉള്ള കാര്യമായിരിക്കും കേട്ടോ. അങ്ങനെ ഉണ്ടെന്നൊക്കെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ ഒരു വട്ടം കണ്ടു നോക്കബിളാണ്. എന്നെ സംബന്ധിച്ച് തീർത്തും നിരാശാജനകമായ ഒരു അനുഭവമായിരുന്നു ഹണ്ട് എന്ന സിനിമ. പക്ഷേ ഇത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.